وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين سيدنا ومولانا محمد وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي واهد قلبي بحق سيدنا محمد صلى الله عليه وسلم. بسم الله الرحمن الرحيم. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. صدق الله العلي العظيم. وقال سيدنا محمد صلى الله عليه وسلم: العلم حياة الإسلام وعماد الدين. صدق رسول الله صلى الله عليه وسلم. ആദരണീയരായ സാദാത്തുക്കളെ, മഹാന്മാരായ ഉലമാക്കളെ, പ്രിയപ്പെട്ട മുതഅല്ലിമുകളെ, ഉമറാക്കളെ, സഹോദര സഹോദരിമാരെ, ഒരു വലിയ പ്രഭാഷണത്തിന് അവസരമില്ല. ബഹുമാനപ്പെട്ട നമ്മുടെ ഖാദി സയ്യിദ് PM തങ്ങൾ വടുതല ശാസ്ത്രി മഹാനവറുകളുടെ അഭാവത്തിൽ ഔപചാരികതയ്ക്ക് വേണ്ടി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ അപ്രതീക്ഷിതമായി എന്നെ ഏൽപ്പിച്ചതാണ്. 10 കിതാബ് ഓതുന്ന കാലം മുതൽ എൻ്റെ മുമ്പിലുള്ള ജ്യേഷ്ഠാനുജന്മാർ ഉൾപ്പെട്ട സാധാരണക്കാർ വരെ ചെറിയ കിതാബുകളിൽ നിന്നും പഠിക്കുന്ന ഒരു ഹദീസാണ് അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാമി വ ഇമാദുദ്ദീൻ. അല്ലാഹുവിനെ അറിയുന്ന, അവന്റെ ദീൻ അറിയുന്ന, അവന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയുന്ന ഇൽമ്, അറിവ്, അത് ഇസ്ലാമിൻ്റെ ജീവനാണ്, ഹയാത്തുൽ ഇസ്ലാമാണ്, വ ഇമാദുദ്ദീൻ, ദീനിന്റെ തൂണാണ് എന്ന് നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമിന് ജീവൻ നൽകേണ്ട ബാധ്യത മുസ്ലിംകളായ നമുക്കെല്ലാം ഉണ്ട്. പിൽക്കാലക്കാരായ നമുക്ക് അതിനുള്ള മനസ്സും അവസരവും കുറയാൻ സാധ്യതയുള്ളത് കൊണ്ട് അറിവും ആദർശവും നിലനിർത്താൻ വേണ്ടി നമ്മുടെ പൂർവസൂരികളായ മുൻഗാമികൾ ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിൽക്കാലക്കാര് നോട്ടക്കാരായി മാത്രം നിന്നാൽ നടന്നു പോകാവുന്ന ഹയാത്തുൽ ഇസ്ലാമുകൾ മുൻഗാമികൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ പഴയകാല പള്ളികളും പരിസരങ്ങളും പരിശോധിച്ചാൽ നമുക്ക് എമ്പാടും അത് ബോധ്യപ്പെടും. ഓരോ പള്ളിയുടെയും ആസ്തിയും
പള്ളികൾക്കുള്ള സ്വത്തുക്കളും പരിശോധിച്ചു നോക്കിയാൽ ഏക്കർ കണക്കിനുണ്ടാകും. നല്ല വരുമാനങ്ങൾ ഉണ്ടാകും. ദർസുകൾക്ക് വേണ്ടി മാത്രം, ഇൽമ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം വഖഫ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളുണ്ടാകും. ഇത് കേരളത്തിലല്ല, ലോകമെമ്പാടുമുണ്ട്. ഹറമൈനി ഷരീഫൈനിക്ക് വേണ്ടി വഖഫ് ചെയ്ത സ്ഥലങ്ങളുണ്ട്, ബിൽഡിങ്ങുകളുണ്ട്. മുൻകാലക്കാരായ വിശാല മനസ്കതയുള്ള ഉലമാഉം ഉമറാഉം അവരുടെ സ്വത്തിന്റെ നല്ലൊരു ഭാഗം അള്ളാഹുവിന്റെ വജുഹിന് വേണ്ടി വഖഫ് ചെയ്തിട്ടുണ്ട്. ലോകത്തെമ്പാടും അതുണ്ട്. കൃത്യമായി നോട്ടം ചെയ്ത് നടത്തുന്നതുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നതുണ്ട്. വളരെ ദയനീയമായി, ഹീനമായ രൂപത്തിൽ അത് കട്ടെടുത്ത് കൈവശപ്പെടുത്തി സ്വകാര്യ സ്വത്തായി കയ്യേറി നശിപ്പിക്കുന്ന അല്ലെങ്കിൽ സ്വന്തമാക്കുന്ന അവസ്ഥയും ഉണ്ട്. ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വഖഫ് സ്വത്തിന്റെ അന്യാധീനപ്പെട്ടു പോകുന്ന അവസ്ഥ മാത്രമല്ല ഞാൻ പറഞ്ഞത്. പുറത്തു വരാത്ത, പുറം ലോകം അറിയാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞുവല്ലോ, ഹാഷിമിയ 4 ഏക്കർ സ്ഥലം വഖഫാണ് എന്ന് അന്നത്തെ ആളുകൾ പറഞ്ഞിരുന്ന സയ്യിദന്മാരുടെ സ്വകാര്യ സ്വത്ത് 3 ഏക്കറും കവർച്ച ചെയ്യപ്പെട്ടു പോയി. ബാക്കിയുള്ള 1 ഏക്കർ 7 സെന്റിലാണ് ഈ ഹാഷിമിയ എന്ന് പറയുന്ന ഈ വലിയ സംവിധാനം ആകുന്ന ഈ ചെറിയ സംവിധാനം നടക്കുന്നത്. 1 ഏക്കർ 7 സെന്റ്. അതേ സയ്യിദന്മാർക്ക് തന്നെ പള്ളാത്തുരുത്തി നെൽപ്പാടങ്ങളിൽ 25 ഏക്കർ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് ആരുടെയൊക്കെയോ കസ്റ്റഡിയിൽ ആരൊക്കെയോ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ പറയുമ്പോൾ നമുക്ക് മുനമ്പത്തെ വഖഫ് സ്വത്ത് മറ്റൊരു വിഭാഗം പോക്കറ്റടിച്ചെടുത്തു എന്ന് നാം മനസ്സിലാക്കും. അതുപോലെ ബഹുമാനപ്പെട്ട റഈസുൽ മുഹദ്ദിഖീൻ കണ്ണിയത്ത് അഹ്മദ് ഉസ്താദ് റഹ്മത്തുള്ളാഹി അലൈഹി ദർസ് നടത്തിയ ദാറുൽ ഉലൂം വാഴക്കാട്, അത് വഹാബികൾ കൈവശപ്പെടുത്തി നമുക്കറിയും. ബാബരി മസ്ജിദ് ചിലപ്പോ നമുക്കറിയും. ഇവിടത്തെ നടുവത്ത് കയ്യേറിയത് നാം ചിന്തിക്കുകയില്ല. ജമാഅത്ത് സ്കൂള് കയ്യേറി ജമാഅത്തെ ഇസ്ലാമിയാക്കാൻ വേണ്ടി നടത്തിയ കയ്യേറ്റം നാം ശ്രദ്ധിക്കുകയില്ല. ലോകമെമ്പാടും ഇസ്ലാമിന്റെ ശത്രുക്കളും ഇസ്ലാമിലെ നൂതന വിഭാഗങ്ങളും ആണ് ദീൻ നിലനിൽക്കാൻ വേണ്ടി പൂർവസൂരികളായ മഹത്തുക്കൾ കോടാനക്കോടി രൂപയുടെ 10,000-കണക്കിന് ഹെക്ടറുകളുള്ള വലിയ വലിയ ഭൂമികൾ വഖഫ് ചെയ്തത്, കയ്യേറി കയ്യടക്കി കവർന്ന് കട്ട് മുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 50 കൊല്ലമായി നമ്മുടെ കേരള വഖഫ് ബോർഡ് ഉൾപ്പെട്ട ചില ഉദ്യോഗസ്ഥന്മാർ ഇടത് ഭരിച്ചാലും വലത് ഭരിച്ചാലും മാറാത്ത വസൂരിയായി വന്നുകൂടിയ ചില ആളുകൾ ബോർഡിലുണ്ട്. പെൻഷൻ പറ്റിയാലും പോകാത്തവർ, ആനുകൂല്യം പറ്റുന്നവർ, ചില ഹാജിമാർ, ചില എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ആളുകൾ, ചില ഉദ്യോഗസ്ഥന്മാർ. എവിടെ വഖഫ് സ്വത്ത് അന്യാധീനപ്പെട്ടു എന്ന് പറഞ്ഞാൽ അനധികൃതമായി വിറ്റു എന്നാണ് അതിന്റെ അർത്ഥം. ആ വിറ്റതിൽ നിന്ന് എടപ്പറ്റ് കൈക്കൂലി വാങ്ങാത്ത ഉദ്യോഗസ്ഥന്മാർ എത്രയുണ്ടെന്ന് അവരെയൊക്കെ ഹൽക്കിന് പിടിച്ച് ചോദിച്ചാൽ മനസ്സിലാവും. ഇവിടുത്തെ മതസംഘടനകളല്ല വഖഫ് സ്വത്തുക്കൾ കയ്യേറിയിട്ടുള്ളത്. വിൽക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. അവരെ ഉന്മൂലനം ചെയ്യാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല.
കരുണീയമായ സർക്കാരാണെന്ന് പറഞ്ഞാലും കരുണയില്ലാത്ത സർക്കാരാണെന്ന് പറഞ്ഞാലും ആർക്കും കഴിഞ്ഞിട്ടില്ല. ചില സമുദായ രാഷ്ട്രീയക്കാരുടെയും വഹാബി മൗദൂദി ലോബികളുടെയും കരാള ഹസ്തങ്ങളിലാണ് അവർ കാരൊക്കെ സപ്പോർട്ട് ചെയ്തു എന്നത് വളരെ ദീർഘമായ പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. കേവലം വാഴക്കാട്ട് കഥയല്ല. തിരുവനന്തപുരത്തെ പാളയംപള്ളി ഹനഫി മുസല്ല അനുസരിച്ച് നടക്കുന്ന തിരുവനന്തപുരത്തെ പാളയംപള്ളി, കോഴിക്കോട്ടെ പാളയംപള്ളി, കോഴിക്കോട്ടെ പട്ടാളത്തെ പള്ളി മുതൽ ഹാഷിമിയുടെ ചുറ്റുമുള്ള സ്വത്തുക്കൾ വരെ, ജമാഅത്ത് സ്കൂൾ വരെ, ഇങ്ങോട്ട് നദുവത്ത് വരെ. ഈ നദുവത്ത് നിന്നൊന്നും ആരും നമ്മളാരും പേരിടൂല. ദാറുൻ നദുവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ കൂടിയ കമ്മിറ്റിയുടെ പേരാണ് ദാറുൻ നദുവത്ത്. ഇവിടെയെല്ലാം വളരെ മോശമായ കയ്യേറ്റങ്ങൾ നടന്നിട്ടുണ്ട്. അതെല്ലാം യഥാവിധി ദീൻ നടത്തുന്ന, ഹയാത്തുൽ ഇസ്ലാം നടത്തുന്ന, ഇസ്ലാമിനെ ജീവനിടിക്കാൻ കഷ്ടപ്പെടുന്ന ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ ലഭിച്ചിരുന്നുവെങ്കിൽ, അവർക്ക് കിട്ടിയിരുന്നുവെങ്കിൽ, വാഖിഫിന്റെ ഉദ്ദിഷ്ടപ്രകാരം നടത്തുന്ന മറ്റ് സ്ഥാപനങ്ങൾ ഇത് നിന്നുപോയാൽ വാഖിഫിന്റെ ഉദ്ദിഷ്ടപ്രകാരം നടത്തുന്ന മറ്റ് സ്ഥാപനങ്ങളെ ഏൽപ്പിക്കേണ്ടതാണ്, അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങൾ ഏറ്റെടുക്കേണ്ടതാണ് എന്ന് എഴുതാത്ത വഖഫുകൾ കുറവാണ്. കരുനാഗപ്പള്ളി ശൈഖന്മാരുടെ പള്ളി 80 ഏക്കർ സ്ഥലമാണെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ അത് 8 ഏക്കർ ഉണ്ടോന്ന് അല്ലാഹു ആലം. ജാമിഅ നൂരിയ ഉൾപ്പെടുന്ന കറാച്ചി ബാപ്പു ഹാജിന്റെ വഖഫ് സ്വത്ത് കേട്ടത് 500 ഏക്കർ എന്നാണ്. അല്ലാഹു ആലം. ഇപ്പോൾ എത്ര ഏക്കർ നമുക്ക് അറിഞ്ഞുകൂടാ. അതിന്റെ ചരിവിലാണ് വേറൊരു ചരിഞ്ഞ ഇസ്ലാമിന്റെ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ആരെല്ലാം കൈയടക്കാൻ പറ്റുമോ, കൈയിട്ട് വാരാൻ പറ്റുമോ, അതെല്ലാം ഇന്നത്തെ സൂക്ഷ്മതയില്ലാത്ത ബിദ്അത്ത് കലർന്ന സമൂഹം, രാഷ്ട്രീയം കലർന്ന സമൂഹം ചെയ്തു പോയിട്ടുണ്ട്. ആ പാതകം എത്ര വലുതാണ് എന്ന് നമുക്ക് അളന്നു പറയാൻ സാധ്യമല്ല. പിൽക്കാലത്ത് ദീനീ സംരംഭങ്ങൾ ശോഷിച്ചു പോകാനുള്ള ഏറ്റവും വലിയ കാരണം അതാണ്. അർഹരായ സൂക്ഷ്മതയുള്ള മുത്തവല്ലിമാരില്ലാതെയാകുന്നു. മുത്തവല്ലിമാരും വഖഫ് ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാരും ഇടയിൽ നിന്നുകൊണ്ട് കൈമണി സ്വീകരിച്ച് ഇതൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഒരു ചെറിയ സാമ്പിൾ മനസ്സിലാക്കിയത് ജാമിയ ഹാഷിമിയുടെ പരിസരം കൊണ്ട് തന്നെയാണ്. അതൊന്നും നാം ഇവിടെ പറയേണ്ട വിഷയമല്ലെങ്കിലും ഒരു മുസ്തഫ സഖാഫിയും ഒരു പ്രിയപ്പെട്ട ജലാലുദ്ദീൻ മദനിയും അവരെ ഇഷ്ടപ്പെടുന്ന, അവർ സ്വീകരിക്കുന്ന, സ്നേഹിക്കുന്ന കുറെ ചെറുപ്പക്കാരുടെ കഠിനാധ്വാനം കൊണ്ട് 40 സെന്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ 1 ഏക്കറിൽ താഴെ എന്ന് പറയുന്ന ഈ സ്ഥലങ്ങൾ ചില്ലിക്കാശ് പിച്ചച്ചട്ടിയെടുത്ത് ജനങ്ങളുടെ മുമ്പിൽ നീട്ടി പിരിച്ച് ഉണ്ടാക്കിയ ഒരു ഹയാത്തുൽ ഇസ്ലാമിനെയാണ് നാം ഇവിടെ പ്രതിപാദിക്കുന്നത്. ഈ ഹയാത്തുൽ ഇസ്ലാമുകളെ എളുപ്പമാക്കാൻ മുൻഗാമികൾ വരച്ചുവെച്ച, അളന്നുവെച്ച, ആശയം പഠിപ്പിക്കാൻ വെച്ച, പ്രകൃതി സൗന്ദര്യങ്ങൾ നിറഞ്ഞ ഒരുപാട് അടയാളങ്ങൾ നമ്മുടെ വടുതലയിലുണ്ട്. വടുതലയിൽ നമ്മൾ കാണുന്നില്ലേ സാദാത്യങ്ങളുടെ മക്കാമ്? അതിനേക്കാൾ വലുതൊന്ന് വടുതലയിൽ ഇല്ല. മൂസൽ ബർദലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖബർ, കുഞ്ഞിബാവൽ ബർദലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖബർ, സയ്യിദുന ആറ്റത്തങ്ങളുടെ ഖബർ, ബഹുമാനപ്പെട്ട അമ്മുക്കാരി ഉസ്താദിന്റെ ഖബർ, അങ്ങനെയുള്ള ചരിത്രത്തിന്റെ മാഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന അടയാളങ്ങൾക്ക് പുറമെ ഒരു ചെറിയ മാടക്കട നിങ്ങൾ കണ്ടിട്ടില്ലേ? അവിടെ മുറുക്കാൻ വിൽക്കുന്ന കടയല്ലാതെ ഒരു മാടക്കടയില്ലേ? കിഴക്കേ പള്ളിയുടെ പരിസരത്ത്, പള്ളിയുടെ
വടക്ക് വശത്തൊരു മാടക്കട, അത് മുറുക്കാൻ വിൽക്കുന്ന കടയല്ല. പിന്നെ എന്തിനാ തുറക്കാത്തൊരു കട? അത് തുറക്കും. അവിടെ ഒരു ദിവസം പോയി നോക്കി തുറക്കുന്നതും അടക്കുന്നത് കാണാൻ പറ്റും. മലക്കുകളല്ല, ഒരു മനുഷ്യൻ വന്ന് അതിൻ്റെ അകത്ത് കയറി അവിടെ ഇരുന്ന് ഖുർആനോതും. ഇഖ്റഊ അലാ മൗതാകും സൂറത്ത് യാസീൻ ഔ കമാ ഖാല മുഹമ്മദുർ റസൂലുള്ളാഹി സലാത്തില്ല മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനി നിങ്ങൾ അവിടെ ഒന്ന് മാല ഇടിച്ച് ഫ്രണ്ടിൽ കൊണ്ടുവന്നിരുത്തണം. ഒരു സമ്മേളനം നടത്തുന്ന ആൾക്കാരെ പാട് ചെറുതല്ല. സർവത്തും നാരങ്ങ വെള്ളം തന്ന് പിന്നെ മുന്നേ കയറ്റിയിരുത്തണം. മുന്നോട്ടിരിക്കും ദിക്ർ ചെല്ലണം. എന്ത് പാടാണ് ഈ സമ്മേളനം നടത്തുക. പുറയിരിക്കുന്നവർക്ക് ഇങ്ങോട്ട് വന്നൂടെ? ഇനി കൂറ്റമ്പാറ അവസ്ഥ വന്നിട്ട് നിങ്ങളെ പറയിപ്പിക്കാൻ നിൽക്കണോ? ബിസ്മില്ലാഹിർ റഹ്മാൻ രണ്ട് എല്ലാ മനുഷ്യന്മാരുന്നേറ്റ് വന്നേ, മുമ്പോട്ട് വന്നേ. ഇവരെ കുട്ടി അതങ്ങന്മാരും ആദ്യന്മാരുണ്ട്. മുമ്പോട്ട് വന്നേ. ഫ്രണ്ട് തികച്ചിരുന്നു. തികഞ്ഞോട്ടെ. മലബാറിൽ നിന്ന് 10,000 അത് പറഞ്ഞു വരുന്ന ഉസ്താദുമാർ വന്ന് നോക്കുമ്പോ നമ്മൾ ഈ 4-3 ഏഴാളാന്ന് തോന്നിപ്പോണ്ട. ഒന്ന് ഉഷാറായിട്ട് ഫ്രണ്ടിലെ കസേരയൊക്കെ നല്ല നല്ല ഉഷാറിൽ നിന്നാല് നല്ല ഫലിതത്തിൽ കലർന്ന് നല്ല വയത് പറയാം കൂറ്റമ്പാറ ഉസ്താദ്. അത് ഇനിയുണ്ട് മക്കളെ. ഇതാ രണ്ടാമത്തെ സഫിൽ ഇരിക്കുക. ഇനി അതിൽ പിടിച്ചിരുന്നു രണ്ടാമത്തെ സഫിൽ. ആര്? ജക്കരിയിൽ പറഞ്ഞ ഉസ്താദ് അവിടെ ഇരുന്നിങ്ങനെ ആ സ്വർണത്തിന്റെ താടി കണ്ടിങ്ങോട്ട് വാ. ആൾക്കാർ കണ്ട മോശമാണെന്ന്, ജനങ്ങൾ കണ്ട മോശമാണെന്ന്. എഴുന്നേക്ക്, ഇവിടെ വാ. പിടിച്ചോണ്ടോ മക്കളെ. ഒരുപാട് എന്നേക്കാൾ ഇവിടെ മൂത്തതാ. പിടിച്ചോണ്ടോ. ആ സ്വർണ്ണത്താടി ഇവിടെ നിന്ന് കാണാനല്ല ജനങ്ങൾ. ഇതാ സ്റ്റേജിൽ വാ. മൂത്താപ്പാൻ വിളിക്കുന്നു. വേമ്പ വെച്ചാപ്പ. ഇതാ ഇനിയും 2 ഇവിടെ ഫുള്ള് തികഞ്ഞിരിക്കും. അവിടെ ആവശ്യത്തിലില്ലാത്ത വോളണ്ടിയേഴ്സ് ഒക്കെ ഇവിടെ നിന്നിരുന്നാല് നന്നാവും. വന്ന് നോക്കുമ്പോ തന്നെ ഇതാണ് ഹയാത്തുൽ ഇസ്ലാം ചോദിക്കും. ഇപ്പൊ പറയും ഇൻഷാ അല്ലാഹ്. പുറകെ വരുന്ന ആൾക്ക് അതല്ലേ തന്നെ. പുറകെ കാലിയെ കിടക്കുന്നില്ല തന്നെ, മുന്നേ കാലിയാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് വേഗം പറയും. എല്ലാവരും മുന്നോട്ട് വന്നില്ലേ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഹുഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹി വഹുഫത്തിൻ നാറു ബിശ്ശഹവാത്ത്. സ്വർഗകാര്യങ്ങളെ നമുക്കൊരു മടി തോന്നും. അങ്ങനെയാണ്, മുമ്പോട്ടിരിക്കേണ്ട തോന്നും. എന്താണ് ഈ സ്ഥലത്തിനെ പറ്റി പറഞ്ഞത്? ഈ സദസ്സിനെ പറ്റി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന, സ്വർഗ പൂങ്കാവനം എന്നാണ്. സ്വർഗ പൂങ്കാവനം. അപ്പൊ നമുക്കൊരു മടി കൊണ്ട് അങ്ങോട്ട് വരാൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അവിടെ ഒരു മാടക്കട എന്തിനുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ, മരിച്ച ആളുകൾക്ക് വേണ്ടി ഖുർആൻ ഓതുക എന്നത് അഹ്ലുസുന്നയുടെ തരപ്പെട്ട ആശയമാണ്. അഹ്ലുസുന്നയുടെ നിയമവിധേയമായ ആശയമാണ്. എന്റെ ഉമ്മക്ക് വേണ്ടി ഖുർആൻ ഓതാൻ, എനിക്ക് വേണ്ടി ഖുർആൻ ഓതാൻ ഏക്കർ കണക്കിന് അല്ലെങ്കിൽ അതിലധികം സ്ഥലം വഖഫ് ചെയ്തു മുൻഗാമിയായ ഒരു മഹദി. ആ സ്ത്രീക്ക് വേണ്ടി ഖിയാമത്ത് നാൾ വരെ, ഇന്നും നാളെയും തീരുന്നതല്ല, ഖിയാമത്ത് നാൾ വരെ കിതാബുകളിൽ പറഞ്ഞ നിലനിൽക്കുന്ന ഒരു ആശയമാണ് നമ്മുടെ കാട്ടുപറമ്പള്ളിയുടെ വടക്കേ ഭാഗത്ത് കാണുന്ന ആ ചെറിയ ഹത്തപ്പുര. കണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് ഖബറിന്റെ അടുത്ത് ഖുർആൻ ഓതിയിരുന്നു. മരിച്ച ആളുകൾക്ക് വേണ്ടി നിങ്ങൾ യാസീൻ ഓതണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. ഈ വലിയ നിലനിൽക്കുന്ന ആശയങ്ങളെ ഉന്മൂലനം ചെയ്യാൻ വളരെ നാളുകൾക്ക് മുൻപ് തന്നെ ഇവിടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നല്ല പർവ്വത സമാനങ്ങളായ ഉലമാക്കൾ, ആ ഉലമാക്കളുടെ മക്കൾ തന്നെ വഴിതെറ്റി പുത്തനാശയക്കാരായി. പേര് സഹിതം നിങ്ങളിൽ പല ആളുകൾക്കും അറിയാം. അങ്ങനെ വഴിതെറ്റി പോയപ്പോൾ, എങ്ങനെ വഴിതെറ്റി? ഞാൻ വാപ്പയുമായി ഒന്ന് ഇടഞ്ഞു എന്നേ അവര് മനസ്സിലാക്കൂ. വാപ്പ അഹ്ലുസുന്നയുടെ നല്ല ആലിമായിരിക്കും. അപ്പൊ കുരുത്തക്കേട് ഹോൾസെയിലായി അവന് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ അവൻ തലതിരിഞ്ഞു പോകും, മക്കൾ തലതിരിഞ്ഞു പോകും. വൃദ്ധസദനങ്ങളിൽ പോലും എടുക്കാൻ കൊള്ളാത്ത രൂപത്തിൽ ഇവൻ അതപ്പതിച്ചു പോകുന്ന അവസ്ഥ ഈ രാജ്യത്ത്, ഈ നാട്ടിൽ, ഈ ഗ്രാമത്തിലുണ്ട്. അത് പിൽക്കാലക്കാരുടെ സൂക്ഷ്മതക്കുറവ് കൊണ്ട് വന്നുവെങ്കിൽ 50-75 വർഷം മുൻപ് ഇവിടെ ഇൽമിന്റെ തറവാടായിരുന്നു.
സാദാത്യങ്ങളുടെ ഏറ്റവും വലിയ സാന്നിധ്യമുള്ള മഹല്ലത്ത് ആയിരുന്നു. സയ്യിദ് മുഹമ്മദ് മൗലൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ പള്ളിയാണ് കോട്ടൂർ ജുമുഅത്ത് പള്ളി എന്ന് പറയുന്നത്. ആ കോട്ടൂർ പള്ളിയിൽ വിളക്ക് കത്തിക്കാൻ നിവൃത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോ വിളക്ക് കത്തിക്കാനില്ലെങ്കിൽ വെള്ളം കോരിച്ച് കത്തിക്കാനാ പറഞ്ഞത്. വിളക്ക് കത്തിക്കാനുള്ള വെളിച്ചെണ്ണ ഇപ്പോഴും അവിടെ ഒഴിഞ്ഞിട്ടില്ല. ഞാൻ ജനിച്ചപ്പോഴും അവിടെ വെളിച്ചെണ്ണ കൊടുത്താൽ എന്റെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കോട്ടുപള്ളി വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ടെന്നാണ്. അപ്പൊ ജനങ്ങൾക്കെല്ലാം അമിതമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കി കോട്ടൂർ പള്ളി മൗലൽ ബുഖാരി തങ്ങളുടേതാണ്. ആരാ മൗലൽ ബുഖാരി? മൗലൽ ബുഖാരി തങ്ങളുടെ ചെറിയ സംഭവം ഞാൻ പറയാം. 1985 സമസ്തയുടെ 60-ാം വാർഷികം നടക്കുന്നത്. സമസ്തയുടെ 60-ാം വാർഷികം എന്ന് പറഞ്ഞാൽ സമസ്തയെ പറ്റി അറിയുന്ന ആളുകൾക്ക് അത് അറിയുള്ളൂ, സമസ്ത എന്താണെന്ന്. 100 വർഷത്തോളമായി പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരുടെ വലിയ ശൃംഖലയാണ് സമസ്ത എന്ന് പറയുന്നത്. അതിനേക്കാളും മുമ്പുള്ള മഹത്തുക്കൾ ഇവിടെയുണ്ട്. മൂസൽ ബർദലി റഹ്മത്തുള്ളാഹി അലൈഹി, അതിനു മുമ്പ് അമ്മുക്കാരി ഉസ്താദ്, അതിന്റെ മുമ്പ് വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി ഉണ്ട്. പക്ഷെ അവരോടൊക്കെ ചുറ്റിപ്പറ്റിയുള്ള ആദർശമാണ് സമസ്ത എന്നതുകൊണ്ട് ഞാനൊരു സ്വപ്നം കണ്ടു. എന്റെ സ്വപ്നം ഇനിയിപ്പോ അത് എല്ലാ എനിക്ക് പറഞ്ഞു പോയാലും കുഴപ്പമില്ല. എന്താ സ്വപ്നം കണ്ടത്? കോട്ടൂർ പള്ളിയുടെ മിമ്പറയിൽ പിടിച്ചുകൊണ്ട് ഞാൻ യാ സയ്യിദി സനദി ഗൗസി വയാ മദദി ചൊല്ലി വഅദ് പറയുന്നു. എനിക്കത് എത്ര വയസ്സുണ്ട്? അത്ര വയസ്സുണ്ട്. 3 വട്ടം കണ്ടു. പറയുന്നത് എന്താണ്? മഹ്ശറ അറഫ 60-ാം വാർഷികം. അന്ന് എന്റെ മാമ കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാരാണ് അവിടുത്തെ ഖത്തീബ്. അവിടുത്തെ മുഅദ്ദിൻ ചെറിയൊരു ബന്ധത്തിലൊരു മാമയാണ്. വീട്ടിൽ വരാൻ മറന്നുപോയി, കാരുവള്ളിയിലെ മാമ. അപ്പൊ ഞാനിത് 2-3 പ്രാവശ്യം കണ്ടപ്പോ എനിക്ക് തോന്നി, പഠിച്ചവന് 60-ാം വാർഷികം കോട്ടൂപ്പള്ളി എങ്ങനെ പറയും? മൗലൽ ബുഖാരി നിങ്ങളുടെ പള്ളിയല്ലേ, പറയണമെന്നായിരിക്കും നിർദ്ദേശം. പാവപ്പെട്ട എനിക്ക് കളത്തേഴത്തെ മൂസവരെയൊക്കെ പേടിച്ചു പോയി. എന്നാത്ത അത്രയും മനക്ക് പേടിച്ച് വരച്ചു പോയി. ഞാൻ ആരോടും പറയാതെ അവിടെ വന്ന് കുട്ടുമൂസാരോട് പറഞ്ഞു, സമസ്തയുടെ സമ്മേളനം പറഞ്ഞാൽ കൊള്ളാന്ന്. അതിന് താൻ പറയുക. അപ്പൊ ഞാനല്ല, ആരോടും പറയണ്ടേ, മൈക്കൊന്ന് വെച്ചു കൊടുക്കൂ. അപ്പൊ അമ്മ മുഖരി പോയിട്ട് പറഞ്ഞു മൈക്ക് വെച്ചു കൊടുക്കാൻ പ്രസിഡന്റ് അനുവദിച്ചു എന്ന് പറഞ്ഞു, ചോദിച്ചു. അങ്ങനെ തെക്കേ ചരിവിലിരുന്ന് ഞാൻ നിസ്കാരം കഴിഞ്ഞ് 2-ാം സഭ 1-ാം സഭയിൽ നിന്ന് കുഞ്ഞമുസ്താദ് കാണും. എന്റെ മാമനല്ല, പോടാന്ന് പറഞ്ഞ പോണില്ല. അങ്ങനെ 2-ാമത്തെ സലാം വീട്ടി പെട്ടെന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് ദുആയിൽ കൂടി ചാടി നിന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി യാ സയ്യിദി സനദി ഔസി എന്നിങ്ങനെയൊന്നുമല്ല, കുറച്ചുകൂടി പൊടിപ്പനായതുകൊണ്ട് ചൊല്ലി മമ്മ മുക്കരി കൊണ്ടുവന്ന് മൈക്ക് വെച്ചു. അല്ലാഹു എല്ലാം ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. അങ്ങനെ ഞാൻ മഹ്ശറ അറഫ 60-ാം വാർഷികം പ്രസംഗിച്ച് 12, 15, 25, 28 മിനിറ്റ് പ്രസംഗിച്ചു. അപ്പത്തെ ഒച്ചപ്പാടായി ബഹളമായി. എന്തായാലും 60-ാം വാർഷികം അവിടെ നിന്ന് പ്രഖ്യാപിച്ച് എന്റെ സൈക്കിൾ ഞാൻ പൂട്ടാതെ കാട്ടിൽ വെച്ചിരിക്കുകയാണ്. തുറക്കാൻ നേരം കിട്ടൂല. ആ ചാണിയില മൈക്കുകാരനെ നല്ല പൊക്കമുള്ള ഒരാളുണ്ടായിരുന്നു. ഇപ്പൊ അയാളെ നമ്മുടെ സുഹൃത്താണ്. അവരൊക്കെ എന്നെ തല്ലാൻ നടക്കുന്ന സമയത്താണ്. എന്താ പേര്? പേര് പറയണ്ട. നല്ല പാവം. ഇപ്പൊ നമ്മളെ തല്ലിട്ട് കാര്യമില്ലല്ലോ, കാര്യം നടന്നു പോയില്ലേ. അങ്ങനെ ഞാൻ സൈക്കിൾ എടുത്ത് ഓടി. അപ്പോഴാണ് കളത്തയം വരുന്നത്, അന്തരം വരുന്നത്. ഞാൻ നേരെ കുണ്ടേക്കടയിൽ പോയി വള്ളത്തിൽ കയറിയിട്ട് പുറകോട്ട് നോക്കുന്ന ആരുണ്ട് പുറയില്ലെന്നറിയാൻ. അപ്പൊ എന്താ, മൗലൽ ബുഖാരി തങ്ങൾ വെച്ച പള്ളി അവരുടെ പേരക്കുട്ടികൾ നടത്തുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി നടത്തുന്ന സമ്മേളനം അവിടെ നിന്ന് പറയണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടാകും. പറഞ്ഞു കഴിഞ്ഞു, നടന്നു കഴിഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്, വെറും സ്വപ്നം മാത്രമല്ല. അപ്പോൾ അങ്ങനത്തെ പള്ളി ഈ വടുതലയിലാണ്. മൗലൽ ബുഖാരി തങ്ങളോട് പള്ളിക്കുള്ള തടി അന്വേഷിച്ചുകൊണ്ട് ആൾക്കാർ ചോദിക്കുന്നു. തടി കടവിൽ വന്നോളുമെന്നാ പറഞ്ഞത്. എവിടുന്നോ കാട്ടിൽ നിന്ന് പിഴുതെടുത്ത വലിയ തേക്കിന്റെ തടി എങ്ങനെയോ ആരോ വലിച്ചു കൊണ്ടുവരുന്നത് പോലെ അവിടെ വന്നു. അങ്ങനെ ഉണ്ടായതാണത്. അവരുടെ കറാമത്തുകൾ കൊണ്ട് ഉണ്ടായതാണ്. കോട്ടൂർ പള്ളി, ചെമ്പിട്ടവള്ളി, നെട്ടൂർ പള്ളി 3 എണ്ണം. അതിലൊരു പള്ളി ഇവിടെയാണെന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഈ മഹാത്മാക്കളായ സയ്യിദന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന കാട്ടുപുറം പള്ളി, ബദറുൽ കുബ്ര മൗലിദ് വളപ്പിൽ മഹാൻ രചിച്ച പള്ളി, ദർസ് കൊണ്ട് വലിയ അലങ്കാരം സിദ്ധിച്ച പള്ളി, സയ്യിദന്മാരെ പറ്റി ഹുബ്ബു
آل النبي خالت عظمي وجرى في مفاصلي فاعذروني أنا والله مغرم بهواهم عللوني بذكرهم يعللوني. അഹ്ലി ബൈത്തിനോടുള്ള സ്നേഹം എൻ്റെ മജ്ജയിലും മാംസത്തിലും എൻ്റെ കെണുപ്പുകളിലും അത് അലിഞ്ഞു ചേർന്നിരിക്കുന്നു. അന വല്ലാഹി മുഗ്റമുൻ ബിഹവാഹും, അവരോടുള്ള സ്നേഹം കൊണ്ട് എൻ്റെ കൽബിനെ ഞാൻ പണയപ്പെടുത്തിയിരിക്കുന്നു. അല്ലലൂനി അല്ലലൂനി, എന്നെ ഇവരൊക്കെ കുറ്റം പറഞ്ഞു. ബിദിക്രിഹിം, ഈ അഹ്ലി ബൈത്തിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കൊണ്ട്. അല്ലിലൂനി, നിങ്ങൾ ഇനിയും എന്നെ കുറ്റം പറഞ്ഞോളൂ എന്ന് വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ അവിടുത്തെ കൈപ്പടയിൽ എഴുതി വെച്ചത് കാട്ടുപറമ്പള്ളിയുടെ മെഹ്റാബിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാണാം. ഈ ബൈത്ത് മഹാന്റേതല്ലെങ്കിലും അവിടെ എഴുതിയത് മഹാനാണ്, നൂറുൽ അബ്സാറിലുള്ള ബൈത്താണ്. അങ്ങനെ അഹ്ലി ബൈത്തിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച മഹത്തുക്കൾ അവര് ദർസ് നടത്തിയ പള്ളി. ആ വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാരും ഇവിടുത്തെ കണ്ണന്തർ കുടുംബങ്ങളും സാദാത്യങ്ങളുമായി വലിയ മിംഗ്ലിങ്ങിൽ പോയി, യോജിപ്പിൽ പോയി, ദർസിന്റെ വലിയ വടവൃക്ഷമായി ജീവിച്ച ഇവിടുത്തെ മുൻഗാമികളായ ജനങ്ങൾ. വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യനാണ് അമ്മുക്കാരി മുസ്ലിയാർ. അമ്മുക്കാരി മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യനാണ് ഇവിടുത്തെ മുദർരിസായിരുന്ന അബ്ദുൽ ഖാദിർ മുസ്ലിയാർ. കാലിൽ നീരുള്ള മനുഷ്യൻ. അല്ലാഹു അദ്ദേഹത്തിന്റെ ദർജകൾ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ആ അബ്ദുൽ ഖാദിർ മുസ്ലിയാരുടെ കൂടെ പഠിച്ച ശരീക്കാണ് എന്റെ വന്യരായ പിതാവ് അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, ഞങ്ങളുടെ പുല്ലുവേലി ശൈഖ് എന്നറിയപ്പെടുന്ന ആള്. അപ്പൊ നേരെ വളപ്പിന്റെ ശിഷ്യന്റെ മക്കളിൽപ്പെട്ട ആളുകളാണ്, നമുക്കാരി ഉസ്താദിന്റെ ശിഷ്യരിൽപ്പെട്ട ആളുകളാണ് ഞങ്ങളെ വാപ്പമാർ. ചുരുക്കത്തിൽ ഇങ്ങനത്തെ വലിയ വലിയ പർവ്വത സമാനങ്ങളായ ഉലമാ അവരുടെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ ഈ മണ്ണിൽ അവർ ഇവിടെ പഠിപ്പിച്ച വിജ്ഞാന ശാഖകളുടെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള ഒരു ഹയാത്തുൽ ഇസ്ലാമാണിത്. ഇവർക്ക് കൂമ്പാരക്കണക്കിന് വഖഫ് സ്വത്തുക്കളില്ല, സാമ്പത്തിക സംരക്ഷണങ്ങൾ നൽകാൻ ആളില്ല. ബഹുമാനപ്പെട്ട മർഹൂം PM അബൂബക്കർ മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി ധീരനായ ഒരു സുന്നി യോദ്ധാവായിരുന്നു. സമസ്തയുടെ ജില്ലാ പ്രസിഡന്റ് എന്ന് മാത്രമല്ല, എവിടെ സുന്നത്ത് ജമാഅത്തിന്റെ പരിപാടിയുണ്ടോ അവിടത്തെ അറിയിച്ചാൽ മതി. തനിക്ക് ദുആയാണോ ഉദ്ഘാടനമാണോ നന്ദിയാണോ ഒന്നും അറിയുകയില്ല, 10 മിനിറ്റും ഉസ്താദ് എത്തിയിട്ടുണ്ടാവും. ഒരു പരിപാടി അറിയിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ പേരിൽ നമ്മെ ശകാരിക്കും. വടുതലയാണ് സ്ഥലമെങ്കിൽ ഞാൻ ആലപ്പുഴയിൽ പോയി പണിയെടുക്കുന്നു ഇവർ കുറ്റം പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട അബൂബക്കർ ഉസ്താദ് പോയി പണിയെടുത്തത് എവിടെയാ? കായംകുളത്ത്. അവിടെ തന്നെ ഉറങ്ങേണ്ടി വന്നു. എന്നെ അവിടെ നിന്ന് ഉടക്കിയേക്കല്ലേ കുഞ്ഞാപ്പ തിരിച്ചങ്ങോട്ട് കൊണ്ടുവന്നേക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നാട്ടിലാകുമ്പോ തന്റെ നാട് എന്നൊരു സാർത്ഥത വന്നാലോ എന്നായിരിക്കും ചിലപ്പോൾ അവർ ചിന്തിക്കുന്നത്. എല്ലാം നിസ്വാർത്ഥമായി, നിഷ്കളങ്കമായി, നിഷ്കപടമായി ദീനിനു വേണ്ടി ചെയ്തപ്പോൾ സ്ഥലവും പരിസരവും നാടുമൊന്നും അവർ നോക്കിയിട്ടില്ല. ആ മർഹൂം അബൂബക്കർ ഉസ്താദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ദർസിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. പാലന്തിക്ക ദർശനത്തിരുന്നു. എത്ര പഠിച്ചെന്നറിയോ? ഒരു ഇശാ മഗ്‌രിബിന്റെ ഇടക്ക് വാപ്പ എന്നെ അവിടെ കൊണ്ടാക്കി. ഉസ്താദിന്റെ കണ്ണടെ മുഖം കൊടുക്കണം, ആ പേടിയാവും. ഈ മുസ്തഫ സക്കാവി ഉസ്താദിന്റെ വലിയ ശിഷ്യനാണ്. ഇശാ മഗ്‌രിബിന്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ കുത്തിയിരുന്നു. താഴെ മാത്രം പെടലി തിരിച്ചിട്ടില്ല, പേടിച്ചിട്ട്. ഇശാവാൻ കൊടുത്തപ്പോൾ അങ്ങോട്ട് നോക്കി ഒരൊറ്റ ഓട്ടോ ഓടി വീട്ടിലേക്ക്. പിന്നെ ഞാനവിടെ ഓടിയിട്ടില്ല. എന്നാൽ ഉസ്താദ് എവിടെ ഒരു മുത്താലിം കിട്ടിയടാ ബാദ്ശാനെ പോലെയാണോ എന്ന് പറയും. അല്ലാത്ത മഹബത്താണ്, മക്കളെക്കാൾ സ്നേഹമായിരുന്നു. ആ മഹാന്റെ ബുദ്ധിയിൽ അല്ലാഹു തആല ഉദിപ്പിച്ചതാണ് ഹയാത്തുൽ ഇസ്ലാം. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാമി വ ഇമാദുദ്ദീൻ. 40 ഹദീസ് നമ്മൾ പഠിച്ചതാണ്. ആ ഹയാത്തുൽ ഇസ്ലാം ഇനി വളരും. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരായ മുസ്തഫ സക്കാഫിയും ജലാലുദ്ദീൻ മദനിയും ഇപ്പതാ പിന്നെയും വരുന്നു. ജലാലുദ്ദീൻ മദനിയുടെ മരുമകൻ
ഷഫീഖ് ഹാഷിമി, ഇവരുടെ വീട്ടുമുറ്റത്താണ് ഹാഷിമിയ നടക്കുന്നത്. ഉറക്കത്തിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയി, അയാൾ ഹാഫിളായി വന്ന് കിടന്ന് ഉറങ്ങിയപ്പോ കൊണ്ടുപോയി എല്ലാ ക്ലാസ്സിലും പങ്കെടുപ്പിച്ച് എന്റെ നോട്ട്സ് എല്ലാം എഴുതിയെടുത്ത് അങ്ങനെ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരൻ. ഇനി അവരെയും പിൻഗാമികൾ വരും. അങ്ങനെ ഇലാ യൗമിൽ ഖിയാമ അഹമ്മദ് സഖാഫി ഉസ്താദിന്റെ പാരമ്പര്യം, അവരുടെ പിതാമഹന്മാരുടെ പാരമ്പര്യം, ആ പാരമ്പര്യത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പരമ്പരാഗതമായ അറിവ് അശ്ശാഫിഇയ്യ ഫസിറുൽ ഹംബലിയ ബിലാ ഹജ്റിൽ ലിത്തഹ്താത ബിൽ ഖൈറൈനി മുഅ്തദിലാ ഫലം യസൽ റാഖിയൻ അലാ മഖാമി ഉലാ ഹവൈത റഫഅ സീതിൻ മുഹിയദ്ദീനി. ലോകമെല്ലാവരും ഖുതുബുൽ അഖ്താബ് എന്ന് വിളിച്ചു, ലോകമെല്ലാവരും എന്ന് വിളിച്ചു. പക്ഷേ അവിടുന്ന് പറഞ്ഞത്, ഞാൻ ഈ ദീനിനെ ഹയാത്താക്കിയിട്ടുണ്ട്, ഞാൻ ഈ ദീനിന്റെ നവോത്ഥാന നായകനായിട്ടുണ്ട്, അല്ലാഹു എന്നെ അങ്ങനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. പക്ഷേ ദീനിൽ ഞാൻ പുതിയത് ഉണ്ടാക്കുകയല്ല. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിനെ ഞാൻ ഹയാത്താക്കി, ഹംബലി ഇമാമിന്റെ മദ്ഹബിനെ ഞാൻ ഹയാത്താക്കി. പൂർവസൂരികളായ മുഅ്മിനീങ്ങൾ ഇമ്മത്തുകൾ ഇവിടെ നടത്തിയ ദീനാണ് ഞാൻ ഇവിടെ നടത്തിയിട്ടുള്ളത്, പുതുതായി ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് പറഞ്ഞ ആ പാരമ്പര്യം വടുതലയുടെയും കോട്ടൂർ പള്ളിയുടെയും മൗലൽ ബുഖാരിയുടെയും വളപ്പിൽ അസീസ് മുസ്ലിയാരുടെയും മൂസൽ ബർദലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും ആ പാരമ്പര്യത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഈ ഹയാത്തുൽ ഇസ്ലാമിനെ വളർത്തിയെടുക്കാൻ വടുതലയുടെ മശ്രിഖ് മഗ്രിബിന്റെ ഇടയിൽ, അഥവാ പടിഞ്ഞാറക്കായലിന്റെയും കിഴക്കേ കായലിന്റെയും ഇടയിലുള്ള പ്രിയപ്പെട്ട ആയിരക്കണക്കിന് 5000-ത്തിലധികം വരുന്ന മുസ്ലിം കുടുംബങ്ങളിലെ സുന്നി കുടുംബങ്ങളിലെ ചെറുപ്പക്കാർ വിചാരിച്ചാൽ മതി, ഈ സ്ഥാപനം സമ്പൽ സമൃദ്ധമായി നടക്കും. നമ്മുടെ വീടുകളിൽ ഉപ്പാപ്പ മരിച്ചുപോയാൽ, വാപ്പ മരിച്ചുപോയാൽ അവിടെ വന്ന് നല്ലതുപോലെ ഒരു യാസീനോദി ദുആ ചെയ്യാനുള്ള ഖൗമ് വരും. നമുക്ക് വേണ്ടി അവർ ദുആ ചെയ്യും. ആ മരിച്ചുപോയ മഹദി മഹാത്മാക്കളുടെ ഖബറിലേക്ക് ഒരു ദുആ എത്തുന്ന സംവിധാനം, അതിൽ അടങ്ങി ഒതുങ്ങിയുള്ള ആദർശത്തിൽ ജീവിക്കുന്ന ഈ പ്രസ്ഥാനം വടുതലക്കൊരു നെടുന്തൂണാണ്. ഹയാത്തുൽ ഇസ്ലാം ആണെങ്കിൽ വഇമാദുദ്ദീൻ, ദീനിന്റെ നെടുംതൂണായി, ഒരിക്കലും ആശയത്തിൽ നിന്ന് വ്യതിചലിക്കാത്ത ഒരു നെടുംതൂണായി അർഹമുർ റഹീമീനായ റബ്ബ് ഈ മഹത്തായ സ്ഥാപനത്തെ വളർത്തി തരുമാറാകട്ടെ. അതിനോട് സഹായിക്കാനും സഹകരിക്കാനും എല്ലാം അർഹമുർ റഹീമീനായ റബ്ബ് നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ ഉസ്താദ് ഏതാനും സമയങ്ങൾക്കകം നമ്മുടെ സദസ്സിലേക്ക് വരും. സരളമായ, ഒരുപക്ഷെ നിങ്ങൾ ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത ബിറ്റുകൾ കലർന്ന, ബുദ്ധിപരമായ ന്യായങ്ങൾ കലർന്ന നല്ല വഅദ് നമുക്ക് വേണ്ടി പറഞ്ഞു തരും. നമ്മളൊക്കെ പഴയകാല ജനങ്ങളുടെ വഅദ് കേൾക്കണം. ആ വഅദിന്റെ അഭാവമാണ് നമ്മളൊക്കെ വഴിതെറ്റിപ്പോകാൻ കാരണം, നമ്മുടെ പരിസരത്തുള്ള ജനങ്ങൾ വഴിതെറ്റിപ്പോകാൻ കാരണം. കള്ളുകുടിയനായ ഒരു മനുഷ്യനെ വെറുത്തുകൊണ്ട് അടിച്ചോടിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് അതും കഴിഞ്ഞു. അവന്റെ കൂടെ ഇരുന്ന് കള്ളു കുടിക്കണമെന്നല്ല, ഒരു മദ്യപാനിയായ മനുഷ്യനെ എങ്ങനെ നന്നാക്കിയെടുക്കണമെന്നുള്ള ആഗ്രഹം, ആശയം പരിശുദ്ധരായ അഇമ്മത്തുകൾ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരെയും തോളോട് തോട് ചേർത്ത് തിന്മകളിൽ നിന്ന് അവരെ അടർത്തിയെടുത്ത് നന്മയുടെ നീളമുള്ള വഴികളിലേക്ക് അവരെ തൊളിച്ചു കൊണ്ടുവരാൻ, പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ ദഅവകൾക്ക്, ഹയാത്തുൽ ഇസ്ലാമിന്റെ ദഅവാ പ്രവർത്തനങ്ങൾക്ക് കഴിയണം. ബഹുമാനപ്പെട്ട ഇമാമുൽ ആദം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു തന്റെ VIP ഏരിയയിലേക്ക്, തന്റെ വീടിന്റെ സ്ഥലത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ അവിടെ കൈകൊട്ടും പാട്ടും ബഹളവുമായി ഒരു കള്ളുകുടിയൻ എല്ലാവരുടെയും ഉറക്കം ഭേദിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് ആ പാട്ട്? അവൻ നമ്മുടെ അയൽവാസിയായ ഒരു കുടിയൻ വന്നിട്ടുണ്ട്, ജനങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. ഓ, അങ്ങനെയാണോ ഇമാമ് ചോദിച്ചു. 2 ദിവസം കഴിഞ്ഞ് ഇമാമ് പോയി വന്നപ്പോൾ ഈ കുടിയന്റെ യാതൊരു പാട്ടും കൂത്തും കേൾക്കുന്നു
നിൽക്കുന്നില്ല. എന്ത് പറ്റി നമ്മുടെ സുഹൃത്ത് ബഹുമാനപ്പെട്ട ഇമാമുൽ ആദം ജനങ്ങളോട് ചോദിച്ചു, നമ്മുടെ കുടിയനെന്തിയെ? പാട്ടുപാടി കൂത്താടി നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയ കുടിയനെവിടെ എന്ന് ചോദിച്ചപ്പോൾ ജനങ്ങൾ പറഞ്ഞു, ഇമാം അവറുകളെ, അവനെ ഇന്നലെ രാത്രിയിൽ അവൻ കുടിച്ചു കൂത്താടിക്കൊണ്ടിരുന്നപ്പോൾ അവനെ പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി, അതാണ് അവന്റെ ശബ്ദം കേൾക്കാത്തതെന്ന് പറഞ്ഞപ്പോൾ ഇമാമുൽ ആദം വലിയ ദാഇയായ വലിയ കുതുബായ അൽ ഫുഖഹാ കുല്ലുഹും മിൻ ഇയാലി അബീ ഹനീഫ, എല്ലാ ഫിഖ് പണ്ഡിതന്മാരും അബൂ ഹനീഫ ഇമാമിന്റെ മക്കളാണ്, അത്രയും മഹത്തരമായ മഹാൻ പറഞ്ഞു, എന്നാൽ അവന്റെ വീട്ടിലേക്ക് ഞാൻ പോകുന്നു. വീട്ടുകാരെ സമാധാനപ്പെടുത്തി അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ജയിലിലേക്ക് ഇമാം അവറുകൾ ചെന്നപ്പോൾ അവരിങ്ങനെ കയ്യും കെട്ടി നിൽക്കുകയാണ്. അവന്റെ ലഹരിയൊക്കെ ഇളകിയിട്ടുണ്ട്, എല്ലാം താന്നുപോയിട്ടുണ്ട്. അവൻ വിഷണ്ണനായി നിൽക്കുമ്പോൾ അവന്റെ തോളത്ത് തട്ടിക്കൊണ്ട് ഇമാമുൽ ആദം പറഞ്ഞു, എന്താണ് മോനെ, ഞങ്ങൾക്ക് തെറ്റ് സംഭവിച്ചു പോയി, നിന്നെ ഉപദേശിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല, അതുകൊണ്ട് ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് ലോകത്തിന്റെ ഇമാമ പറഞ്ഞപ്പോൾ ആ മദ്യപാനിയായ ചെറുപ്പക്കാരൻ പറയുന്നു, അല്ലാഹുനി അല്ലാഹുനി വഅയ്യ ഫതൻ അല്ലാഹു ലിയൗമിൻ കരീഹത്തിൻ വസിദാദി തഗ്രി, എന്നെയാണ് നിങ്ങളൊക്കെ ഒഴിവാക്കി കളഞ്ഞത്, എന്നെ നിങ്ങൾ പാഴാക്കി കളഞ്ഞതാണ്, എന്നോട് ഉപദേശിക്കാൻ ആളില്ലാതെയായി, നാളെ മഹ്ശറിൽ കൈകടിക്കുന്നതിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തിയില്ല, നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തിയിട്ടില്ല എന്ന് അതാ കരഞ്ഞുകൊണ്ട് ആ മദ്യപാനി പാടിയപ്പോൾ ഇമാമുൽ ആദം പൊട്ടിക്കരഞ്ഞു പോയി. അവനോട് മാപ്പ് ചോദിച്ച് ഇമാമുൽ ആദം ജയിൽ സന്ദർശിച്ചതുകൊണ്ട് അവിടെയുള്ള എല്ലാ പുള്ളികൾക്കും രാജാവ് മോചനം കൽപ്പിച്ചു, സൂപ്രണ്ട് എല്ലാവരെയും മോചിതരാക്കി വിട്ടു എന്ന് ചരിത്രങ്ങളിൽ കാണാം. ഇമാം സുയൂത്തി തങ്ങളുടെ റസായിലു തിസ്ഇലും ഇത് കാണാം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആരെയും തള്ളിക്കളയാതെ, ആരെയും ആക്ഷേപിക്കാതെ എല്ലാവരെയും ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ അല്ലാഹുമ്മ അയ്യിദിൽ ഇസ്ലാമ ബിഅഹദിൽ ഉംറൈനി, പടച്ചവനെ ഇസ്ലാം ഇവിടെ വേണം, അതിന് ഹയാത്ത് വേണം, ഹയാത്തുൽ ഇസ്ലാം ആകണം. അതുകൊണ്ട് അന്നത്തെ ഏറ്റവും വലിയ പോക്കിരികളായി അറിയപ്പെട്ടിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അതുപോലെ അബൂജഹൽ ഇബ്നു ഹിശാം, അംർ ഇബ്നു ഹിശാം എന്ന് പറയുന്ന അബൂജഹൽ, ഈ രണ്ടാലൊരാളെ കൊണ്ട് നീ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണമെന്ന് അള്ളാഹുവിന്റെ തിരുദൂതർ ദുആ ചെയ്തു പോയിട്ടുണ്ട്. ഉമർ എന്ന് മുന്തിയത് കൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ തൻസീലൻ മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉലാ. അവിടുത്തെ സഹോദരി ഫാത്തിമ റളിയല്ലാഹു അൻഹ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് സ്തബ്ധനായി നിന്ന് പോയി, അതിൽ ചിന്തിച്ചു പോയി. ആ ഏടുകൾ ചോദിച്ചു കൊടുത്തില്ല. കുളിച്ച് ശുദ്ധിയായി വന്നത് പാരായണം ചെയ്തപ്പോൾ ഇതാ ഇവിടെ പ്രാർത്ഥന വന്നു പോയി, അല്ലാഹുമ്മ അയ്യിദിൽ ഇസ്ലാമ ബിഅഹദിൽ ഉംറൈനി, പടച്ചവനെ രണ്ടാളുകൾ ഉമറിനെ കൊണ്ട് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണം. ഉമർ ഇബ്നുൽ ഖത്താബി വ അബൂ ജഹൽ ഇബ്നു ഹിശാം, ഞാൻ ഉദ്ദേശിക്കുന്ന ഉമർ ഇബ്നു ഖത്താബിനെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ ഖലീഫയായി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വളർന്നു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവാ പ്രവർത്തനമാണ്, അവിടുത്തെ ദുആയാണ്. അതുകൊണ്ട് മദ്യപാനികളായ അയൽവാസികളെ നമ്മൾ തള്ളിക്കളയരുത്. വഴിയിൽ കാണുന്ന മുസ്ലിം നാമധാരികളായ ഇത്തരം ആളുകളെ നാം തള്ളിക്കളയരുത്. ഒരുപക്ഷേ നാളെ അവരെന്തിന്റെയും ആളുകളായി ഇസ്ലാമിൽ പ്രതിഷ്ഠിക്കാവുന്നവരാണ്. എന്റെ നാട്ടിൽ ഈ വളപ്പിൽ മഹാനവറുകൾ രചിച്ച ബദ്റുൽ കുബ്ര നടത്തുന്ന പല വീടുകളുമുണ്ട്. സാധാരണക്കാരായ ജനങ്ങൾക്ക് അതിന്റെ ഹിക്കായത്ത് കാണാതെ അറിയാം. അക്കൂട്ടത്തിൽ ഒരാളായിരുന്നു പാളയത്തിൽ അലിയാരി ഹാജി എന്ന് പറയുന്ന എന്റെ വാപ്പയുടെ കൂട്ടുകാരൻ.
അദ്ദേഹം ആദ്യ സമയങ്ങളിൽ നിസ്കാരം പോലും ഇല്ലാത്ത ആളായിരുന്നു. അമ്പലത്തിൽ വെടിക്കെട്ട് നടത്തിയിരുന്നു അദ്ദേഹം, കണിയാരുടെ അമ്പലത്തിൽ. ബഹുമാനപ്പെട്ട മർഹൂം കരീം ഉസ്താദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ വീട്ടിൽ മൗലിദിന് പോകുമ്പോൾ വാപ്പ പറയും, മൊയ്ലേൻ എന്തിനാ അവിടെയൊക്കെ മൗലിദിന് പോണത്, പള്ളി കയറാത്തവന്റെ വീട്ടിൽ ചോദിച്ചിട്ടുണ്ട്. ശൈഖുന അബ്ദുൽ കരീം ഉസ്താദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, എടോ ശൈഖേ, നമ്മൾ അവിടെ പോയി പറഞ്ഞ ബദരീങ്ങളുടെ പേരല്ലേ, അവര് നന്നാകും, താൻ നോക്കിക്കോ. പാളയത്തിലാചാരം നമുക്കൊക്കെ അറിയാം. ഹൈവേ വന്നപ്പോൾ എത്ര ഉയർന്നാണ് ഹൈവേ. 10-20 സ്റ്റെപ്പ് കയറിയാലേ പാളയത്തിൽ നിന്ന് ഹൈവേ കയറാൻ പറ്റൂ. അത്രയും സ്റ്റെപ്പ് ഇറങ്ങിയാലേ ഹൈവേയിൽ താഴെ ഇറങ്ങാൻ പറ്റൂ. പിന്നെ ഒരു 1/4 കിലോമീറ്റർ നടന്നാലേ പള്ളിയിലെത്തുകയുള്ളൂ. ജുമുഅത്ത് പള്ളിയിൽ വന്ന്, ആദ്യകാലങ്ങളിൽ പാലം മസ്ജിദിൽ വന്ന്, പിന്നെ ജുമുഅത്ത് പള്ളിയിൽ വന്ന്, ടോർച്ചുമായി വന്ന് സുബഹി ജമാഅത്തിന് പങ്കെടുക്കുന്ന ആളായി 4-3 ഹജ്ജ് ചെയ്ത് മഹല്ലിന്റെ പ്രസിഡന്റായി നല്ല ഉമറായി ജീവിച്ചതിന് ശേഷമാണ് അദ്ദേഹം മരണപ്പെട്ടത്. അതുകൊണ്ട് ആരെയും നമ്മൾ കൈയൊഴിയരുത്. നമ്മുടെ കയ്യിൽ ബദരീങ്ങളുണ്ട്. യാ അഹ്ല ബദരിൻ കുല്ലകും കൂനൂ ലനാ ശുഫആ ഫീ തഹ്സീലിനാ മഅ്മൂലനാ عند الإله الحاكم المرجو لنا يا ظاهرا سلم عليهم ربنا شفعهم الدارين فينا ربنا. മഹാത്മാക്കളായ സെൻട്രൽ മിലിറ്ററിയായ ബദരീകളെ വിളിച്ചുകൊണ്ട്, അവരോട് ഇസ്തിഗാസയും തവസ്സുലും ചെയ്തുകൊണ്ട്, അവരെ കൊണ്ട് തവസ്സുലായി ദുആ ചെയ്തുകൊണ്ട്, ഏത് മോശപ്പെട്ട ഏത് പ്രയാസകരമായ കാര്യത്തിന് വേണ്ടി ദുആ ചെയ്താലും അത് സാധിക്കുമെന്ന് പഠിപ്പിച്ച മാതാപിതാക്കളും പൂർവികരും നമുക്കുണ്ട്. അവരുടെ മാതൃക പിൻപറ്റി അഹ്ലുസുന്നയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങളെ തോളിലേറ്റി അതിനുവേണ്ടി കർമ്മനിരതരായി പ്രവർത്തിക്കുവാൻ സർവശക്തനായ രാജാതിരാജനായ അല്ലാഹു അടിയങ്ങൾക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. ബിദ്അത്തിന്റെ വിത്തുകളെ നമ്മുടെ പരമ്പരകളിൽ പോലും ഉദിപ്പിക്കാതെ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹീങ്ങളായ സന്തതികൾ, നാം നടത്തുന്ന ദർസുകൾ നടത്തുന്ന സ്വാലിഹീങ്ങളായ സന്തതികൾ, നാം നടത്തുന്ന സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് എന്ത് പ്രയാസമുണ്ടെങ്കിലും നടത്തുന്ന സ്വാലിഹീങ്ങളായ അനുയായികളെയും സന്തതികളെയും തന്ന് ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാഹ്. ഹയാത്തുൽ ഇസ്ലാമിന്റെ ഓരോ ചലനവിചലനങ്ങളിലും പങ്കാളികളായ എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ ഖൈറും ബറക്കത്തും ചൊരിയണേ അല്ലാഹ്. മാതാപിതാക്കളുടെ ഖബറുകൾ നീ വിശാലമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഈ ദുആഇന്റെ അംശം കാട്ടുപുറം പള്ളിയുടെയും കോട്ടൂർ പള്ളിയുടെയും പരിസരങ്ങളിൽ ഉറങ്ങുന്ന ഞങ്ങളുടെ പൂർവികരായ മഹദി മഹത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹു. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സയ്യിദ് PM മസ്തങ്ങൾ ഷാത്തിരി വടുതല ഖാദി ഉസ്താദ് അവരുടെ രോഗങ്ങളും ക്ഷീണങ്ങളും എല്ലാം അല്ലാഹു തആല മാറ്റി കൊടുക്കുമാറാകട്ടെ. നമ്മോട് ഒപ്പം ജീവിച്ച് നമ്മളോടൊപ്പം ഒരു 100 കണക്കിന് കാര്യങ്ങളിൽ പങ്കാളിയാകാനും നേതൃത്വം നൽകാനുമുള്ള എല്ലാ ഉത്സുകതയും അല്ലാഹു തആല PM മസ്തങ്ങൾ ഷാത്തിരി അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി